മുഖ്യമന്ത്രി പിണറായി വിജയന് പൊതുസമൂഹത്തിലുള്ള സ്വീകാര്യത എന്താണെന്ന് ദേ ഈ ഒരൊറ്റ ദൃശ്യം തെളിയിക്കും. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് കണ്ട കാഴ്ചയാണ്. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന വേദിയിലേക്ക് മുഖ്യമന്ത്രി കടന്നു വരുമ്പോൾ 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന മമ്മൂട്ടി മുന്നേ ആ വേദിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രി എത്തുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നതും അദ്ദേഹത്തോട് കാട്ടുന്ന ആദരവ് എന്താണെന്ന് ആ ദൃശ്യം നിങ്ങളോട് സംസാരിക്കും. മുഖ്യമന്ത്രി വരികയാണ്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി മാത്രമാണ് വരാൻ അവശേഷിച്ചിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ആ വേദിയിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. മന്ത്രി എം പി രാജേഷ് അതോടൊപ്പം തന്നെ ബി.സി.കുട്ടി അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയെ വേദിക്ക് സമീപം കവാടത്തിൽ സ്വീകരിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. മുഖ്യമന്ത്രി കൂടി എത്തിയതോടെ പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കുന്നു. മഹാനടൻ മമ്മൂട്ടി അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. മന്ത്രിമാർ, തലസ്ഥാനത്തു നിന്നുള്ള എം.എൽ.എമാർ എല്ലാവരും, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം മുഴുവൻ ആളുകളും, തലസ്ഥാനത്തെ പ്രമുഖരെല്ലാവരും അണിനിരക്കുന്നു. മന്ത്രിമാരെല്ലാവരും അണിനിരക്കുന്നു. അങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ പരിച്ഛേദമായി മാറുന്ന ഒരു വേദിയാണുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയാണ്. അതോടൊപ്പം തന്നെ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എം പി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന ദിവസമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങൾ എന്ന് പറയുന്നത്, ഇതിപ്പോൾ കണക്കുകൾ എന്തെല്ലാം പറയും, മമ്മൂട്ടിയും നമ്മുടെ മുഖ്യമന്ത്രിയും ഒരുമിച്ചുള്ള ഹസ്തദാനം ചെയ്ത് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചതാണ് കണ്ടത്. എന്തായാലും കണ്ടല്ലോ, ഇതെന്തുകൊണ്ടായിരിക്കും? ചിലർക്ക് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മമ്മൂട്ടി എണീറ്റ് കൈ കൊടുത്തതിന് ശേഷം കസേരയിൽ ഇരിക്കാൻ പിണറായിയോട് ഒരു ആംഗ്യം കാട്ടുന്നുണ്ട്. അത് വ്യക്തിയോടുള്ള ബഹുമാന സൂചകമായി പറയാറുള്ളതാണ്. ഏത് മേഖലയിലായിക്കോട്ടെ, അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഈ നാടിനെ നയിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് കൂടുതൽ ആദരവ് ഏത് മേഖലയിലുള്ള വ്യക്തിക്ക് തോന്നുന്നത് എപ്പോഴായിരിക്കും? അവരുടെ പ്രവൃത്തി വിലയിരുത്തുമ്പോൾ, അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ മാറിയിരുന്ന് വിലയിരുത്തുമ്പോൾ അതിൽ സ്വമേധയാ ഒരു അഭിപ്രായം ഉണ്ടാകും. അവിടെയാണ് വ്യക്തിയെ വിലയിരുത്താൻ ഓരോരുത്തർക്കും കഴിയുന്നത്. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ഈ നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഒരു കാര്യം കൂടി ആ പ്രസംഗത്തിന് മധ്യേ അദ്ദേഹം പങ്കുവച്ചു. ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്ത ആളാണ്. ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത്. ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു 6-7 മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു. അത് വികസനം തന്നെയാണ്. അതെ, കേരളത്തിൽ 8 മാസമില്ലായിരുന്നു, ഏകദേശം 1 വർഷം അടുപ്പിച്ച്. അത് കഴിഞ്ഞു വരുമ്പോൾ പോലും കണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. അദ്ദേഹം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല എങ്കിൽ കൂടി അദ്ദേഹം വന്ന സന്ദർഭത്തിൽ കണ്ട കാഴ്ചകൾ, അനുഭവപ്പെട്ട മാറ്റങ്ങൾ അദ്ദേഹം പറയുകയാണ്. അത് മുൻപ് ഒരു കാലഘട്ടത്തിലും കേരളം അനുഭവിക്കാത്തത് തന്നെയാണ്. ആ മാറ്റത്തെ കണ്ട് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നേതൃത്വം നൽകുന്ന വ്യക്തിയോട് ഒരു ആദരവുണ്ടാകും. അത് ആരുമായിക്കോട്ടെ. അതാണ് അവിടെ ദൃശ്യമായത്. കേരളത്തിൽ അധികാര കസേരകൾക്ക് വേണ്ടി കഴിവുള്ളവരെ വരെ അപമാനിക്കാനായിട്ടും അപകീർത്തിപ്പെടുത്താൻ മാധ്യമ നെറ്റ്വർക്കുകളും സോഷ്യൽ മീഡിയ PR വർക്കുകളും ഉള്ള കാലഘട്ടത്തിൽ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളെ വിലയിരുത്താൻ ശേഷിയുള്ളവർ, അതായത് മമ്മൂട്ടിയെ പോലൊരു നടൻ ലോകത്താകമാനം സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ നിലയ്ക്ക് ആ അനുഭവങ്ങളും ഇന്ന് കേരളത്തിന്റെ അനുഭവങ്ങൾ കാണുമ്പോൾ എന്താണ് ഇപ്പോൾ ഈ നാടിനെ നയിക്കുന്ന വ്യക്തി കൊണ്ടുവരുന്ന മാറ്റങ്ങളെന്ന് അവർക്ക് ദൃശ്യാനുഭവത്തിലൂടെ തന്നെ വിലയിരുത്താനാകും. ആ വിലയിരുത്തലുകളെല്ലാമാണ് 8 മാസങ്ങൾക്ക് ശേഷവും മമ്മൂട്ടി ഒരു പൊതുവേദിയിലേക്ക് വരുന്നതും ഇതുപോലെ മുഖ്യമന്ത്രിയോട് കാത്തിരുന്ന ശേഷം എത്തുമ്പോൾ ആദരപൂർവ്വമായി ക്ഷണിച്ച് അദ്ദേഹത്തെ കസേരയിലേക്ക് ഇരിക്കാൻ പറയുന്നതും. നേരത്തെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വേദിയിൽ മോഹൻലാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടപ്പോൾ ആദരപൂർവ്വം അദ്ദേഹം പ്രകടിപ്പിച്ച ആ മാനറിസവും ഈ നാട് കണ്ടതാണ്. ഇതൊക്കെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് പിണറായിയെ കുറിച്ചുള്ള വിലയിരുത്തൽ. ആ വിലയിരുത്തൽ അവർ പരസ്യമായി പ്രകടിപ്പിക്കാൻ ഒരു വിമുഖതയും കാട്ടാറില്ല. ആ വിമുഖത കാട്ടാത്തതിന് കാരണം ആ വ്യക്തി ഈ നാടിന് ദിശാബോധം നൽകി എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ്. അതിൽ ചിലർക്ക് കുശുമ്പുണ്ട്, കുന്നായ്മത്തരമുണ്ട്. അതുകൊണ്ട് പല തരത്തിലുള്ള കുപ്രചരണങ്ങൾ ഇളക്കി വിടുന്നുണ്ട്. എന്നാൽ ആ കുപ്രചരണങ്ങളെയെല്ലാം തകർത്തെറിയുന്നതാണ് ഇത്തരം ചില കാഴ്ചകളെന്ന്
പറയാതിരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി വരികയാണ്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി മാത്രമാണ് വരാൻ അവശേഷിച്ചിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ആ വേദിയിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. മന്ത്രി എം പി രാജേഷ് അതോടൊപ്പം തന്നെ വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയെ വേദിക്ക് സമീപം കവാടത്തിൽ സ്വീകരിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. മുഖ്യമന്ത്രി കൂടി എത്തിയതോടെ പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കുന്നു. മഹാനടൻ മമ്മൂട്ടി അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. മന്ത്രിമാർ, തലസ്ഥാനത്തു നിന്നുള്ള MLA മാർ എല്ലാവരും, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം മുഴുവൻ ആളുകളും, തലസ്ഥാനത്തെ പ്രമുഖരെല്ലാവരും അണിനിരക്കുന്നു, മന്ത്രിമാരെല്ലാവരും അണിനിരക്കുന്നു. അങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ പരിച്ഛേദമായി മാറുന്ന ഒരു വേദിയാണുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയാണ്. അതോടൊപ്പം തന്നെ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എം പി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന ദിവസമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങൾ എന്ന് പറയുന്നത്, ഇതിപ്പോൾ കണക്കുകൾ എന്തെല്ലാം പറയും, മമ്മൂട്ടിയും നമ്മുടെ മുഖ്യമന്ത്രിയും ഒരുമിച്ചുള്ള ഹസ്തദാനം ചെയ്ത് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചതാണ് കണ്ടത്. എന്തായാലും